തകർന്ന റോഡിന്റെ പാതിയോളം വിഴുങ്ങി സ്ലാബുകൾ ഇട്ടത് നഗരയാത്രികർക്ക് ദുരിതമാവുന്നു. കാഞ്ഞങ്ങാട് ഗ്രോട്ടക് ദുർഗ ഹൈസ്കൂൾ റോഡിലെ യാത്രയാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ഓവുചാലിന് മുകളിൽ തീർത്ത സ്ലാബുകളാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. വീതി കുറഞ്ഞ റോഡിന്റെ പാതി ഭാഗവും വിഴുങ്ങിയ നിലയിലാണ് ഇവിടെ സ്ലാബുകൾ നിർമ്മിച്ചത്. ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നപ്പോൾ റോഡ് ഉയർത്തും എന്നാണ് കരാറുകാർ പറഞ്ഞിരുന്നത്. എന്നാൽ മാസങ്ങൾ പിന്നിടുമ്പോഴും റോഡ് ഉയർത്താനോ സ്ലാബുകൾ പൂർണ്ണമാക്കാനോ നടപടിയായിട്ടില്ല. ഏറെ തിരക്ക് പിടിച്ച റോഡിൽ സ്ലാബിൽ തട്ടാതിരിക്കാൻ വാഹനങ്ങൾ നിർത്തിയിടേണ്ട സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗ്രോട്ടക്, സർജി കെയർ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നഗരപാതയ്ക്ക് സമാന്തരമായി പോകുന്ന ബൈപ്പാസ് റോഡായതിനാൽ നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. എന്നാൽ അപകടങ്ങൾ പതിവായതോടെ ചെറുവാഹനങ്ങൾ ഈ പാതയെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സ്ലാബുകളുടെ നിർമ്മാണവും റോഡിന്റെ തകർച്ചയും നീക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് പിറകിലെ കൂടെ ഗ്രോട്ടക് കൈലാസ് റോഡാണിത്. ഈ റോഡിന്റെ ശോചനാവസ്ഥ ഏറ്റവും കൂടുതൽ തിരക്കൂടിയ റോഡാണ്. ഈ റോഡിന്റെ ശോചനാവസ്ഥ പറഞ്ഞാൽ 3 മാസക്കാലമായി ഇതിന്റെ പണി തുടങ്ങിയിട്ട് ഈ പണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ലാബ് കയറി കിടക്കുന്ന റോഡിലേക്കാണ് കയറി കിടക്കുന്നത്. യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലമായതിനാൽ ഫുള്ള് വെള്ളം റോഡിൽ കൂടെ ഒഴുകുകയും ആൾക്കാർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഈ റോഡിലെ കൂടെ ഉണ്ട്. രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയും ഈ റോഡിനുണ്ട്. അധികൃതരുടെ അനാസ്ഥയാണ് ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. നഗരത്തിലെ മിക്ക ബൈപ്പാസ് റോഡുകളും തകർച്ചയെ തുടർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ്. സുഗമമായ യാത്രയും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട നഗര ഭരണാധികാരികളാവട്ടെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടതായി നടിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.